ഇതേതെങ്കിലും ഒരു മതത്തിന്റെ അതിജീവനത്തിന്റെ മതപ്രചരണത്തിന്റെയോ വിഭാഗീയതയുടെയോ കാര്യമല്ല. ഇത് ഈ കേരളത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ളവർക്ക് ആ ജീവിക്കാനുള്ള അവകാശം കട്ടോണ്ട് പോകാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പൊതുസമൂഹത്തിന്റെ ജാഗ്രതയുടെ ശബ്ദമാണിത്. അല്ലാതെ മറ്റൊരു വിഭാഗീയത എവിടെയില്ല എന്ന് മന്ത്രിയോട് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളുടെയും പ്രതിനിധികളുടെ കൂട്ടായ്മയാണ് പറയുന്നത്. ഞങ്ങൾക്ക് വർഗീയതയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരിക ഈ മന്ത്രി. അവിടെ സ്വന്തം അവകാശം പോയിട്ട് ഏറ്റുവാങ്ങുന്ന നന്മകൾക്കൊരു നന്ദി പോലും പറയാൻ ഒച്ചയില്ലാത്ത എത്രയോ എത്രയോ നാനാജാതി മതസ്ഥരായ നിശബ്ദരായി തീരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ നിശബ്ദമായിട്ട് സേവനമർപ്പിക്കുന്നവരാണ് ഈ സമർപ്പിതർ. ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവര് മാത്രമാണോ? ഹൈന്ദവ സമൂഹത്തിലും ഇസ്ലാം സമൂഹത്തിലുമൊക്കെ ഇതുപോലെ നിശബ്ദരാക്കപ്പെടുന്ന എത്രയോ പേർക്ക് വേണ്ടി സേവനമർപ്പിക്കുന്ന നല്ല മനസ്സുള്ളവരുണ്ട്. ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കുന്നവരുടെ മുമ്പിൽ അത് ചോദിച്ചു വാങ്ങുന്നത് വർഗീയതയാണ് എന്ന് തെറ്റായി പൊതുസമൂഹത്തെ ധരിപ്പിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം പാഴാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മന്ത്രി ഓർക്കണം. ഇനി ആവർത്തിക്കരുത് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുകാരൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. അതെന്താണെന്ന് അറിയാമോ? ദീപിക പത്രത്തിൽ വഖഫ് ബോർഡിന് 9 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് എന്ന വാർത്ത വന്നതിനെ ഒന്ന് പ്രതിരോധിക്കണ്ടേ? ആശാൻ ഒരു പരിപാടി ചെയ്തു. പുള്ളി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. എന്താണ്? കത്തോലിക്ക സഭയ്ക്ക് 17.9 കോടി ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ഭൂസ്വത്തുണ്ട്. 17 കോടി ഏക്കർ സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം യൂട്യൂബിലൂടെ യാതൊരു ജാള്യതയും ഇല്ലാതെ ഇതുപോലെയുള്ള മതയാന മണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളിച്ചിട്ട് ആഴ്ചകളായി ചങ്ങാതി ഒന്ന് തിരുത്തി പറഞ്ഞില്ല താങ്കൾ ഇതുവരെ. കേരളവും മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകവും എല്ലാം കൂടെ കൂടിയാൽ നമുക്ക് 17 കോടി ഏക്കർ സ്ഥലമില്ല സഹോദര. ഇത് സാക്ഷര കേരളത്തോടാണ് ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ എഴുന്നള്ളിച്ച് ഇതുപോലെയുള്ള വിഭാഗീയതയും ശത്രുതയും ഒക്കെ നിങ്ങൾ ഉണർത്തുന്നത് ആരുടെ പേരിലാണ്? എന്തിനു വേണ്ടിയാണ്? കിടപ്പാടം കവർന്നെടുക്കാൻ വരുന്നവരോട് അരുത് കാട്ടാള എന്ന് പറയുന്ന മാനിഷാദ എന്ന് പറയുന്ന ഭാരതീയ പൈതൃകം ഉണർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണല്ലേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ നടത്തുന്ന ഈ ചപല ശ്രമം. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഇരകളായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളല്ലാത്തവരൊക്കെ ഇവിടെ ഞങ്ങളുടെ അടിയാളന്മാരായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. അത്തരത്തിലുള്ള പണ്ടിവിടുന്ന് നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞു വിട്ട ജന്മികുടിയാൻ സംസ്കാരം ഈ വഖഫ് ബോർഡിന്റെ പേരിൽ മാറ്റി എഴുതിക്കൊണ്ട് കേരളത്തിൽ പുനഃസ്ഥാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് എന്റെ ഈ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇവിടെ തോന്നുന്നവർക്കെല്ലാം കയറി ഇറങ്ങി നിരങ്ങാം. ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള അധിനിവേശത്തിന്റെ സംസ്കാരം ഒരു പൊതു രീതിയിലാക്കി മാറ്റുവാൻ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ കേരളത്തിൽ നടത്തിയ ഒരു സംഭവം. ഞാൻ ഈ പറയുന്നത് നവംബർ 15-ാം തീയതിയാണ്. ചെമ്പന്തൊട്ടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിലുള്ള ഒരു ഇടവക ദേവാലയത്തിന്റെ മുറ്റത്ത് ചില മുസ്ലിം സഹോദരങ്ങൾ അക്രമം കാണിച്ചു. കേരളത്തിന്റെ സാമാന്യ മനസ്സിന് ദഹിക്കാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു മുസ്ലിം അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളും കൂടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നവർ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിട്ടും കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് വന്ന് നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. എന്ത് ധാർഷ്ട്യമാണിത്? ഇത് എവിടെയാണ് ഇത് നടക്കുന്നത്? അവിടെ വികാരിയച്ഛൻ അതിന് തടസ്സം നിന്നപ്പോൾ തൊട്ടടുത്തുള്ള കന്യാസ്ത്രീകളുടെ മഠത്തിൽ ചെന്ന് അവിടെ നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയാണ്. ഓർക്കണം, ഇത് നടന്നത് ഇന്നലെയാണ്, നവംബർ 13-ാം തീയതി 2024. അതേ വിഭാഗത്തിന്റെ അധിനിവേശം കൊണ്ട് കിടക്കപ്പുറഞ്ഞു മുട്ടിയ ഒരു വിഭാഗം ഇവിടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറുവശത്ത് സമാധാനപൂർണമായി ജനസേവനവും ദൈവാരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ മര്യാദയെ കയറി ചൊറിയാൻ യാതൊരു ജാള്യതയുമില്ലാതെ ഈ കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത്
അവരുടെ പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കണം, തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉള്ളായിക്കൊണ്ടോ, തൊട്ടടുത്ത മുസ്ലിം പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് കന്യാമഠത്തിൽ കയറി നിസ്കരിക്കണം, കത്തോലിക്ക പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം, കത്തോലിക്ക കോളേജ് കാണുമ്പോൾ നിസ്കരിക്കണം. ചില തൂണ് കാണുമ്പോഴും ചില തെങ്ങ് കാണുമ്പോഴും ഒക്കെ ഈ കാല് പൊക്കി ചാരി നിൽക്കുന്ന ചില തെരുവ് നായകളുടെ സംസ്കാരം, ഇവിടെ കേരളത്തിലെ കുലീനതയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന്, ഇവിടെ വളരുന്ന ഒരു ജനതയിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇത്തരത്തിൽ മനുഷ്യന്റെ സ്വാസ്ഥ്യത്തെ ചൊറിയാൻ കടന്നു വരുന്നവർ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകളൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇത് ആരുടെയൊക്കെയോ പിൻബലമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അത് കേരളത്തിൽ നടക്കില്ല. അത് ജനാധിപത്യ സംസ്കാരം ഉണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല. ഇത്തരത്തിൽ തോന്നിയ പോലെ കയ്യേറ്റം നടത്താനുള്ള അവകാശം തീരെഴുതി കൊടുത്ത 1995 വഖഫ് ബോർഡിന്റെ നിയമത്തിലെ 40-ാം അനുച്ഛേദത്തിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകസഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ പരിശ്രമിച്ചത്. അതിനെതിരെയാണ് കേരളത്തിലെ 140 MLA-മാരും ഇടതും വലതും ഒരുമിച്ച് കൈമുക്കി ടാറ്റ കളിച്ചത് നിയമസഭയിൽ. ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവർ, എന്തായിരുന്നു അതിന്റെ കാര്യം എന്തായിരുന്നു എന്ന് ഇത് പറയുന്ന പലർക്കും മനസ്സിലാകുന്നില്ല. If someone feels that it is the property of Waqf, he can claim that എന്ന് പറയുന്ന ആഡഡ് പോയിന്റ് ആണ് റിലീസ് ചെയ്യാം ആ നിയമത്തിൽ നിന്ന് എന്ന് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് തോന്നിയാൽ അത് അവകാശപ്പെടാൻ ആയിട്ട് നരസിംഹറാവു എഴുതി കൊടുത്ത 40-ാം അനുച്ഛേദം വഖഫ് നിയമത്തിൽ നിന്ന് മാറ്റാം, അത് എല്ലാവർക്കും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ നിയമസഭ ഒന്നടങ്കം പറഞ്ഞതെങ്കിൽ അവർ അനുകൂലിക്കുന്നത് എന്തിനെയാണ്? അവർ അനുകൂലിക്കുന്നത് വഖഫിന്റെ തോന്നിയാസത്തെയാണ്. അങ്ങനെ വഖഫിന്റെ തോന്നിയാസത്തെ അനുകൂലിച്ചവരാണ് ഇവിടെ ഈ സമരപ്പന്തലിൽ വന്ന് ഞങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് കൂടി കരയുന്നു, ഞങ്ങൾ നിങ്ങളോട് കൂടി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാപട്യത്തിന്റെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് നിയമങ്ങൾ എഴുതി ചേർത്ത് അനധികൃതമായി ആ വാക്കുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവകാശങ്ങൾ എല്ലാ മതസമൂഹങ്ങൾക്കും പൊതുസമൂഹങ്ങൾക്കും അവകാശപ്പെട്ടത് ലഭിക്കട്ടെ. അനധികൃതമായി മറ്റൊരാളുടെ ജീവനാംശത്തെ കൈവയ്ക്കാനുള്ള അധികാരം എഴുതി കൊടുക്കുന്ന കള്ളക്കാട് നിയമങ്ങൾ അത് ചുരണ്ടി മാറ്റപ്പെടുക തന്നെ വേണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ. പക്ഷെ അത് നടന്നില്ല. ഇനിയും അവർക്കത് തിരുത്താനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട്. ഇതുവരെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഈ ഇടതു വലത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക്, അതിന്റെ നേതാക്കൾക്ക് ഇനിയും ആ കാടൻ നിയമത്തിനെതിരെ കണ്ണടച്ച് കൈവക്കിയ കള്ളക്കളികൾ തിരുത്തി എഴുതാനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചു വന്ന് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അതിജീവനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെ സൗമനസ്യം ചേർത്ത് വെച്ചുകൊണ്ട്, മാനവികതയുടെ മതേതര ബോധം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം. ആരും ആരുടെയും അവകാശപ്പെട്ടത് തട്ടിയെടുക്കണ്ട. ഓരോരുത്തരും അവനവനെ അർഹിക്കുന്നത് മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കട്ടെ എന്ന് പരസ്പരം പറഞ്ഞ് മതേതര ഭാരതത്തെ, മതേതര കേരളത്തെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൊണ്ട് നമുക്ക് കൂട്ടി ഉണർത്താം. അതിന് ഈ മുനമ്പം സമരം ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മുനമ്പം നിവാസികളിൽ നീതി ലഭിക്കുന്ന അവസാനത്തെ ആളിന് വരെ നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.